സർ, ഈ വർണ്ണ മനോഹരമായ കാഴ്ചകളുള്ള മദ്യം, തേന്, പാല് ഒക്കെ ഒഴുകുന്ന മനോഹരമായ മദിരാശിയൊക്കെയുള്ള ഒരു ചിത്രത്തിൻ്റെ ഒരു LED വാള് ഈ നരകത്തിൻ്റെ മുന്നിൽ സ്ഥാപിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നരകം ചൂസ് ചെയ്യാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ചെന്നപ്പോഴേ പാമ്പും തേളും തീയും പറച്ചട്ടിയിൽ ആളെ വറക്കുന്നതൊക്കെയാണ് കാണുന്നത്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ കാവൽക്കാരനോട് ചോദിച്ചു, നിങ്ങൾ LED വാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ ഇതിനകത്ത്. ഉടൻ തന്നെ കാവൽക്കാരൻ പറഞ്ഞു, നരകത്തിലേക്ക് ആളെ കിട്ടുന്നതിന് വേണ്ടി ഉള്ള ഒരു PR വർക്ക് മാത്രമാണ് ഈ LED വാള്. മനോഹരമായ ഒരു LED വാളാണ് ഇതിന്റെ മുഖചിത്രം. പക്ഷെ അകത്തേക്ക് കടന്നാൽ നരക സമാനമാണ് കാര്യങ്ങൾ. സർ, ഭൂനികുതി 50% വർദ്ധിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ നട്ടലൊടിക്കുകയാണ്. സർ, പെട്രോൾ സഹിക്കാത്തത് കൊണ്ടാണ് സർ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ആളുകൾ വാങ്ങുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എന്നിട്ട് അതിന്റെ നികുതി കൂട്ടുകയും ചെയ്യുക. സർ, കാരുണ്യ പദ്ധതി അനുസരിച്ച് ഈ കുടിശ്ശിക തന്നെ 1800 കോടി ഉണ്ട്. ഇതിനകത്ത് വെച്ചിരിക്കുന്ന 700 കോടിയാണ്. അതിനർത്ഥം പാവപ്പെട്ടവൻ ഇനിയും പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് മരുന്ന് വാങ്ങണം എന്നുള്ളത് തന്നെയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. അല്പമെങ്കിലും വർധന ഉണ്ടാവുന്ന ആളുകൾ പ്രതീക്ഷിച്ചതാണ്. സർ, ഈ കോക്ലിയർ ഇംപ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിന് വേണ്ടിയുള്ള പൈസ ഇല്ല. സർ, 650 കുട്ടികൾക്ക് ചെവി കേൾവി കിട്ടിയത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. സർ, ആകെ ഇതിൽ പ്രതീക്ഷ ഉള്ളത് പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം. അത് 5 വർഷത്തേക്ക് ഇനി പാമ്പ് കടിക്കില്ല.